ആസ്ട്രോണമിയിൽ ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന വിഷയമാണ് 3I അറ്റ്ലസ്. ഒരു കൂട്ടം ഗവേഷകർക്ക് ഇതൊരു കോമറ്റ് അല്ലെങ്കിൽ വാൽ നക്ഷത്രമാണ്. എന്നാൽ ഇതൊരു ഏലിയൻ്റെ പേടകമാണെന്ന് ചിന്തിക്കുന്ന, ഏലിയൻ സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ചില ഗവേഷകരുമുണ്ട്. ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പേർ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. നാസയിൽ നിന്ന് ഞാൻ പണം മേടിച്ചത് കൊണ്ടാണ് 3I അറ്റ്ലസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാത്തതെന്നൊക്കെയാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്നെ പ്രകോപിപ്പിച്ച് വീഡിയോ ചെയ്യിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 3I അറ്റ്ലസിനെ കുറിച്ച് മുമ്പ് 2 വീഡിയോ ചെയ്തിരുന്നു. മൂന്നാമതൊരു വീഡിയോ ചെയ്യാതിരുന്നത് കാര്യമായിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസും കിട്ടാത്തത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നിരന്തരമായിട്ടുള്ള പരിശോധനയ്ക്കൊടുവിൽ എനിക്കൊരു പ്രബന്ധം കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രീ പ്രിൻ്റ് വേർഷനാണ്, അതായത് പൂർണ്ണമായിട്ടും അത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല. എന്നാൽ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് വൈകാതെ തന്നെ മൈനർ കറക്ഷനോടുകൂടിയോ അല്ലെങ്കിൽ അതേപടിയോ അത് പബ്ലിഷ് ചെയ്തു വരുന്നതാണ്. കാരണം വളരെ മികച്ച രീതിയിൽ തന്നെ അവർ അവരുടെ റിസൾട്ടിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പഠനം നടത്തിയതെന്ന് വിദഗ്ധമായിട്ട് തന്നെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3I അറ്റ്ലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പൊളാരിമെട്രി പഠനമാണ് ഈ ജേണൽ. പ്രബന്ധത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. 3I അറ്റ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ കാരണം ജൂലൈ 1-ാം തീയതി ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന അറ്റ്ലസ് സർവേ ടെലസ്കോപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയത്. അതിൻ്റെ മുൻഭാഗത്ത് കാണുന്ന 3I അത് മൂന്നാമതായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമല്ല, മറ്റേതോ ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കാം. അവിടെ നിന്ന് അത് വെളിയിലേക്ക് പുറന്തള്ളപ്പെട്ടതാണ്. അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട ഈ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് പല പല സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. അത്തരത്തിൽ ഈ ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റും നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ആദ്യമായി 3I അറ്റ്ലസിനെ കണ്ടെത്തുമ്പോൾ ഗവേഷകർക്ക് അറിയില്ലായിരുന്നു അതൊരു കോമറ്റ് ആണെന്ന്. കോമറ്റ് എന്ന് പറഞ്ഞാൽ വാൽ നക്ഷത്രം. സാധാരണഗതിയിൽ നമ്മുടെ സൗരയൂഥത്തിൽ കാണുന്ന കോമറ്റുകൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കോമറ്റുകളാണ്. സൗരയൂഥത്തിൻ്റെ വെളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വലിയ ഗോളാകൃതിയിലുള്ള പ്രദേശം കാണാൻ സാധിക്കും. ഊട്ട് ക്ലൗഡ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം വാൽ നക്ഷത്രങ്ങളുണ്ട്. പല രീതിയിലുള്ള ഗ്രാവിറ്റേഷണൽ വേവുകളുടെ സാന്നിധ്യം കാരണം അവിടെ നിന്ന് പലപ്പോഴായി ചില കോമറ്റുകൾ അടർന്ന് സൗരയൂഥത്തിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. ദീർഘവൃത്താകൃതിയിൽ ഇത് സഞ്ചരിച്ച് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില വാൽ നക്ഷത്രങ്ങൾക്കൊക്കെ 10,000-കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും സൂര്യനെ ഒരു തവണ ഒന്ന് കറങ്ങി വരാൻ. കോമറ്റിൽ പദാർത്ഥങ്ങളെ നമുക്ക് ഐസിൻ്റെ രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. സൂര്യന് നേർക്ക് സഞ്ചരിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം കാരണം ഈ ഐസ് ഉരുകി ബാഷ്പീകരിക്കാൻ തുടങ്ങും. കൂടാതെ സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡിൻ്റെ ഒരു സാന്നിധ്യം കൂടിയാകുമ്പോൾ ഇങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ പിന്നിലേക്ക് ഒരു വാല് പോലെ നീണ്ടുപോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവയെ കാണുമ്പോൾ ഒരു വാൽ നക്ഷത്രം പോകുന്നത് പോലെ തോന്നുന്നത്. എന്നാൽ അത് വാലുള്ള ഒരു നക്ഷത്രമല്ല, മറിച്ച് വെറും ഒരു ചെറിയ സെലസ്റ്റിയൽ ബോഡി മാത്രമാണ്. എങ്ങനെയാണ് ഇതൊരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്? സാധാരണഗതിയിലുള്ള ഒരു വാൽ നക്ഷത്രമായി കൂടെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനേകം വാൽ നക്ഷത്രങ്ങളിൽ ഒന്ന്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അത് സഞ്ചരിക്കുന്ന വേഗതയാണ്. അതിശക്തമായിട്ടുള്ള വേഗതയിലൂടെയാണ് നിലവിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത സമയം മുതൽ തന്നെ അതിൻ്റെ വേഗത വളരെയധികം കൂടുതലായിരുന്നു. അത്രയും വേഗതയിൽ ഒരിക്കലും നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വാൽ നക്ഷത്രം സഞ്ചരിക്കില്ല. വെളിയിൽ നിന്ന് വരുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിക്ക് മാത്രമേ അത്തരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയധികം വേഗതയുള്ളത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ഗ്രാവിറ്റിയെ ഇതിന് അതിജീവിക്കാൻ സാധിക്കും. അതായത് സൂര്യന് ചുറ്റും ഇത് വലം വയ്ക്കാൻ പോകുന്നില്ല, മറിച്ച് ഒരു അതിഥിയെപ്പോലെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് എങ്ങും വലം വയ്ക്കാതെ അത് വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി പൊളാരിമെട്രി പഠനത്തിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് പൊളാരിമെട്രി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഞാനൊരു ചെറിയ അനാലജി പറയാം. കുറേയധികം കല്ലുകൾ, വ്യത്യസ്തമായിട്ടുള്ള സൈസിലും ഷേപ്പിലുമുള്ള കല്ലുകൾ നിങ്ങൾ വാരി എടുക്കുന്നു എന്ന് കരുതുക. അതിനുശേഷം അതിനെ നിങ്ങൾ മുകളിലേക്ക് വലിച്ചെറിയുകയാണ്. എല്ലാ കല്ലുകളും ഒരേ രീതിയിലായിരിക്കില്ല പോകുന്നത്. ചില കല്ലുകളൊക്കെ സ്വയം കറങ്ങിയായിരിക്കും അത് നിലത്തേക്ക് വീഴുക. ചില കല്ലുകൾ അത്രയധികം കറക്കമൊന്നുമില്ലാതെ കുറച്ച് നീണ്ട്, അതായത് ഫ്ലാറ്റായിട്ട് ഭൂമിയുടെ പ്രതലത്തോട് അല്പം ഒന്ന് ചേർന്നിട്ടായിരിക്കും സഞ്ചരിച്ച് പോവുക. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓറിയൻറ്റേഷനിൽ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ കല്ലുകൾ സഞ്ചരിച്ച് ഒടുവിൽ ഭൂമിയുടെ പ്രതലത്തിൽ വന്നു വീഴും. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഒരു ലൈറ്റ് സോഴ്സ് എടുക്കാം. ഒരു ബൾബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ഫോട്ടോൺസ് തരംഗമായിട്ട് അത് എല്ലാ മേഖലയിലേക്കും ഒരേപോലെ സഞ്ചരിക്കും.
അതിലെ ഫോട്ടോൺസ് ഞാൻ മുമ്പ് പറഞ്ഞ അനവധി വ്യത്യസ്തമായിട്ടുള്ള കല്ലുകൾ പോലെയാണ്. ഓരോന്നിൻ്റെയും ഓറിയൻറ്റേഷൻ, അതിൻ്റെ സഞ്ചാരം ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഈ പ്രകാശ തരംഗം ഏതെങ്കിലും ഒരു വസ്തുവിൽ പോയി തട്ടുകയാണെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ചില പ്രകാശങ്ങളെയൊക്കെ ആ വസ്തു തന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുമുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ആ വസ്തുവിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ മിനുസം എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രമാത്രം റഫായിട്ടുള്ള ഒരു പ്രതലമാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ഒരു അനാലജി കൂടെ പറയാം. നിങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു കല്ലെടുത്ത് ഒരു നദിയുടെ നേർക്ക് വളരെ ഫ്ലാറ്റായിട്ട് നിങ്ങൾ എറിയുന്നു. അതായത് ഭൂമിയുടെ പ്രതലത്തോട് ഏകദേശം ചേർന്ന് പോകുന്ന രീതിയിൽ നിങ്ങളൊരു കല്ല് നദിയുടെ നേരെ എറിയുകയാണ്. നദിയിൽ പോയി അത് പതിക്കും. അത് നദിയുടെ ഉള്ളിലേക്ക് പോകില്ല, കാരണം നമ്മൾ ഫ്ലാറ്റായിട്ടാണ് എറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ നദിയിൽ 2-3 തവണയൊക്കെ തട്ടിയതിന് ശേഷമായിരിക്കും അത് നദിയിൽ വീഴുക, അല്ലെങ്കിൽ നദിക്കപ്പുറത്തേക്ക് അത് എത്തിച്ചേർന്നൊന്നും വരും. ഇതിനെ നമുക്ക് പോസിറ്റീവ് പോളറൈസേഷൻ എന്ന് പറയാം. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം കോമറ്റിൽ പോയി തട്ടുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് പോളറൈസേഷനാണ് സംഭവിക്കുക. എന്നാൽ ഇങ്ങനെ ഭൂമിക്ക് സമാന്തരമായിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് നമ്മൾ എറിയുന്ന കല്ല് ആ നദിയിൽ പോയി തട്ടി നേരെ മുകളിൽ, നേരെ ആകാശത്തേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിലോ, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ശാസ്ത്ര പ്രബന്ധത്തിൽ പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഈ ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിൽ തട്ടി നെഗറ്റീവായിട്ടുള്ള ഒരു പോളറൈസേഷനാണ് സൃഷ്ടിക്കുന്നതെന്നാണ്. അതായത് സാധാരണഗതിയിൽ നടക്കാത്ത തരത്തിലുള്ള ഒരു റിഫ്ലക്ഷനാണ് പ്രകാശത്തിന് അവിടെ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരു കോമറ്റിലോ അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങളിലോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതൊരു കോമറ്റ് അല്ലെങ്കിൽ വാൽനക്ഷത്രം അല്ലെന്നല്ല. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു കോമറ്റ് ആയിരിക്കാമെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ഇത് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് അഭൂതപൂർവമായിട്ടുള്ള ഒരു വിചിത്രമായ വസ്തുവാണ്. ഇന്നേ വരെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ടില്ല. എന്തിനാണ് നമ്മൾ പൊളാരിമെട്രി പഠനം നടത്തുന്നത്? പൊളാരിമെട്രി പഠനം നടത്തുന്നതിലൂടെ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു കോമറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബാഷ്പീകരിച്ച് വെളിയിലേക്ക് വരുന്ന വാതകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായി ചുറ്റിപ്പെട്ട് കിടക്കുന്ന പൊടിപടലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പ്രതലം വളരെ ഷാർപ്പായിട്ടുള്ള പ്രതലമാണോ, നല്ല മിനുസമുള്ള പ്രതലമാണോ, അതോ വളരെ റഫായിട്ടുള്ള പ്രതലമാണോ, ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ പഠനത്തിലൂടെ ലഭിക്കുന്നതാണ്. അബ്നോർമലായിട്ടുള്ള വേറെയും ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രതലത്തിൽ അയണിൻ്റെയും നിക്കലിൻ്റെയും സാന്നിധ്യമുണ്ട്. അത് വളരെ അബ്നോർമലായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ അതിൽ നിന്ന് വെളിയിലേക്ക് ഉയർന്നു വരുന്ന വാതകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ കോമറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സാധാരണ കോമറ്റുകൾ കാണുന്നതിനേക്കാൾ കൂടിയ അളവിലാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അവിടെ കാണപ്പെടുന്നത്. ഒരു ബഹിരാകാശ പേടകം സഞ്ചരിക്കുമ്പോൾ അതിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമൊക്കെ ബാഷ്പീകരിച്ച രൂപത്തിൽ വെളിയിലേക്ക് പുറന്തള്ളപ്പെടാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു ബഹിരാകാശ പേടകമാണെന്നല്ല. അബ്നോർമലായിട്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും വെളിയിലേക്ക് ബാഷ്പീകരിച്ച് പോകുന്നു എന്ന് മാത്രം. ശാസ്ത്രീയമായിട്ട് ഇത് ഒരു ഏലിയൻ പേടകമാണെന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതിൻ്റെ മറ്റൊരു അബ്നോർമാലിറ്റി, സൂര്യനിൽ നിന്നും നിലവിൽ ഇത്രയധികം അകലെ ആയിരുന്നിട്ട് കൂടി സൂര്യനിൽ നിന്ന് ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു വാല് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വാല് സാധാരണഗതിയിൽ ഒരു കോമറ്റിലും കാണേണ്ടതല്ല. 3I അറ്റ്ലസ് വീനസിൻ്റെയും സാറ്റേണിൻ്റെയും മാർസിൻ്റെയും വളരെ അരികിലൂടെ സഞ്ചരിച്ച് ഒക്ടോബർ മാസം 29-ാം തീയതി ആകുമ്പോൾ സൂര്യൻ്റെ വളരെ അരികിലെത്തിച്ചേരും. സൂര്യൻ്റെ വളരെ അരികിലായതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം കാരണം ഒരിക്കലും നമുക്ക് ആ സമയത്ത് ഇതിനെ കാണാൻ സാധിക്കുന്നതല്ല. ആവി ലോബിനെ പോലുള്ള ഗവേഷകർ പറയുന്നത് അതൊരു സുവർണ അവസരമായിരിക്കും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏലിയൻസിന്. കാരണം മനുഷ്യരുടെ കണ്ണ് വെട്ടിച്ചിട്ട് അവർക്ക് എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാം. ഒരുപക്ഷെ ഭൂമിയിലേക്ക് തന്നെ അവർക്ക് എത്തപ്പെടാൻ സാധിച്ചു എന്നും വരാം. പക്ഷേ ഇത് വെറും അവ്യൂഹമാണ്. ഇതങ്ങനെയാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വളരെ നിരാശകരമായിട്ടുള്ള ഒരു കാര്യം, ഗവേഷകർ ഇതൊരു ഏലിയൻ ടെക്നോളജി ആണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു ഹൈപ്പോത്തിസിസുകളും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹൈപ്പോത്തിസിസുകൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ വളരെ റിഗറസ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിലൂടെ അത് തെറ്റാണെന്നോ അത് ശരിയാണെന്നോ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലുള്ള എൻ്റെ അറിവനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ഹൈപ്പോത്തിസിസും ഒരു ഗവേഷകരും മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏലിയൻ ആണോ അല്ലെങ്കിൽ ഏലിയൻ ടെക്നോളജി ആണോ എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പഠന ഫലവും ഭാവിയിൽ വരുന്നതല്ല.
ഒരുപക്ഷെ മറ്റേതെങ്കിലും ഗവേഷകർ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. ഗൂഗിൾ സ്കോളറിലും മറ്റ് സെർച്ച് എഞ്ചിനിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തിട്ടും അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചോ ഒരു ഹൈപ്പോത്തിസിസിനെ കുറിച്ചോ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ എനിക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള പഠനങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ ദയവായി കമൻറ്റിൽ അതൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.